ഇന്നിവിടെ പറയുന്നത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ 2019 സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ്. ഇതിൽ ഫസ്റ്റ് പ്രധാനമന്ത്രി സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകളെ കുറിച്ചാണ്. അതിൽ ഫസ്റ്റ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന, രണ്ടാമത്തത് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന, തേർഡ് അടൽ പെൻഷൻ യോജന, ഫോർത്ത് പ്രധാനമന്ത്രി ജൻധൻ യോജന. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന PMSBY. It was an accident insurance scheme established by Government of India. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ആക്സിഡന്റ് ഇൻഷുറൻസ് സ്കീമാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന. It was announced by Union Budget 2015 former Finance Minister Arun Jaitley. 2015 യൂണിയൻ ബഡ്ജറ്റിൽ അന്നത്തെ ഫൈനാൻസ് മിനിസ്റ്ററായ അരുൺ ജെയ്റ്റ്ലിയാണ് ഇത് അനൗൺസ് ചെയ്തത്. It was launched by Narendra Modi 9th June 2015 at Calcutta. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ജൂൺ 9th 2015 കൽക്കട്ടയിൽ വെച്ചാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. It was available to people between 18 to 70 having പ്രധാനമന്ത്രി ജൻധൻ യോജന ബാങ്ക് അക്കൗണ്ട്. പ്രധാനമന്ത്രി ജൻധൻ യോജന ബാങ്ക് അക്കൗണ്ടുള്ള 18 മുതൽ 70 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഇതിൽ അംഗത്വം നേടാവുന്നതാണ്. ആനുവൽ പ്രീമിയം ₹12, GST is exempted. ആനുവൽ പ്രീമിയം എന്ന് പറയുന്നത് 12 രൂപയാണ്, അതിൽ GST നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. The amount is automatically debited from ഇൻഷുറൻസ് ജൻധൻ അക്കൗണ്ട്. ഇൻഷുറൻസ് ചെയ്തിരിക്കുന്ന ആളിന്റെ ജൻധൻ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഈ 12 രൂപ പോകുന്നത്. The policy period from 1st June to 31st May. ഈ പോളിസിയുടെ പീരീഡ് എന്ന് പറഞ്ഞാൽ 1st ജൂണിലാണ് ആരംഭിക്കുന്നത്. 1st ജൂൺ മുതൽ 31st മെയ് വരെയാണ് ഇതിന്റെ കാലാവധി. It was offered by ജനറൽ ഇൻഷുറൻസ് കമ്പനി. ഈ പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന അതിന്റെ ഓഫർ ചെയ്യുന്നത് ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ്. In the case of death due to accident, nominee of policy holder get 2 lakhs. പോളിസി ഹോൾഡറിന് ആക്സിഡന്റ് മരണം സംഭവിക്കുകയാണെങ്കിൽ പോളിസി ഹോൾഡറിന്റെ നോമിനിക്ക് 2 lakhs കിട്ടുന്നതാണ്. In the case of fully disability, the insured get 2 lakhs. പോളിസി ഹോൾഡറിന് ഫുള്ളി ഡിസേബിലിറ്റി സംഭവിക്കുകയാണെങ്കിൽ അയാൾക്ക് 2 ലക്ഷം രൂപ വരെ കിട്ടും. അടുത്തത് in the case of partial disability, insured get 1 lakh. പോളിസി ഹോൾഡറിന് പാർഷ്യലായിട്ടാണ് ഡിസേബിലിറ്റി സംഭവിക്കുകയാണെങ്കിൽ 1 lakh കിട്ടും. ഫുള്ളി ഡിസേബിലിറ്റി സംഭവിക്കുകയാണെങ്കിൽ 2 lakhs-ഉം ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ പോളിസി ഹോൾഡറിന്റെ നോമിനിക്ക് 2 lakhs-ഉം കിട്ടും. The policy does not cover death due to suicide, consumption of alcohol, drugs, etc. സൂയിസൈഡ് ചെയ്യുകയോ മദ്യമോ ഡ്രഗ്സോ ഉപയോഗിച്ച് മരണം സംഭവിക്കുകയോ ചെയ്താൽ പോളിസി കവറേജ് കിട്ടുകയില്ല. ഈ മൂന്നും പോളിസി കവറേജിന്റെ ഭാഗത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്ത നെക്സ്റ്റ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയാണ്. It is a life insurance scheme established by Government of India. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് സ്കീമാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന. It was announced by Union Budget 2015 former Finance Minister Arun Jaitley. അരുൺ ജെയ്റ്റ്ലി യൂണിയൻ ബഡ്ജറ്റ് 2015 ആണ് ഈ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന എന്ന സ്കീം അനൗൺസ് ചെയ്തത്. It was launched by Narendra Modi May 2015 at Calcutta. കൽക്കട്ടയിൽ വെച്ച് നരേന്ദ്രമോദി മെയ് 2015 ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്.
It was available to people aged 18 to 50 having Jandan Yojana bank account. Jandan Yojana bank account ഉള്ള 18 മുതൽ 50 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഈ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയിൽ അംഗമാവുന്നതാണ്. Annual premium of the scheme rupees 313 automatically debited in insured account. ഇതിന്റെ ആനുവൽ പ്രീമിയം എന്ന് പറയുന്നത് 330 രൂപയാണ്. ഇത് ഓട്ടോമാറ്റിക്കലി ഇൻഷുർഡ് ചെയ്തിരിക്കുന്ന ആളിന്റെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആകും. This scheme also linked the bank account open a പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ട്. ഈ സ്കീം നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ട് നിർബന്ധമായി ഓപ്പൺ ചെയ്തിരിക്കണം. അതുവഴിയാണ് ഈ ആനുവൽ പ്രീമിയം അവർ ഡിഡക്ട് ചെയ്യുന്നത്. പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നില്ല, അത് തന്നെയാണ് പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. In the case of death due to accident and nominee to get a 2 lakhs. ഇതിൽ മരണം സംഭവിക്കുകയാണെങ്കിൽ നോമിനിക്ക് 2 ലക്ഷം രൂപ കിട്ടുന്നതാണ്. അടുത്ത മൂന്നാമത്തത് അടൽ പെൻഷൻ യോജനയാണ്. It is a pension scheme backed by Government of India. Government of Indiaയുടെ പെൻഷൻ സ്കീമാണ് ഈ അടൽ പെൻഷൻ യോജന എന്ന് പറയുന്നത്. അതിനെ ഷോർട്ട് ഫോമിൽ APY എന്ന് അറിയപ്പെടുന്നു. It is a previously known as a സ്വഅവലംബ യോജന. It was established 2010. 2010 ആരംഭിച്ച സ്വഅവലംബ യോജന എന്നതിന്റെ ഒരു പുതിയ പേരാണ് ഏത് അടൽ പെൻഷൻ യോജന എന്ന് പറയുന്നത്. This scheme linked with the National Pension Scheme. ഈ സ്കീം ഏതിലാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത്? നാഷണൽ പെൻഷൻ സ്കീമിലാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത്. ഈ നാഷണൽ പെൻഷൻ സ്കീം അഥവാ NPS എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നാണ് ജാനുവരി 1, 2004 NPS എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിലാണ് ഏത് അടൽ പെൻഷൻ യോജന ലിങ്ക് ചെയ്തിട്ടുള്ളത്. NPS controlled by Pension Fund Regulatory and Development Authority-യിലാണ് ഏത് NPS-നെ കൺട്രോൾ ചെയ്യുന്നത്. NPS-നെ കൺട്രോൾ ചെയ്യുന്നത് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയാണ്. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റീസ് ആക്ട് 2013. ഈ പെൻഷൻ ഫണ്ട് ആൻഡ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ആക്ട് 2013 ആണ്. അണ്ടർ ദി സ്കീം ഗവൺമെന്റ് കോൺട്രിബ്യൂട്ട് ₹1000 ഈച്ച് അക്കൗണ്ട് ഹോൾഡർ. ഓരോ അക്കൗണ്ട് ഹോൾഡറിന്റെ 1000 രൂപ എന്ന കണക്കിനാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കോൺട്രിബ്യൂഷൻ മിനിമം 1000, മാക്സിമം 12,000 പെർ ഇയർ. മിനിമം കോൺട്രിബ്യൂഷൻ 1000 രൂപയും മാക്സിമം കോൺട്രിബ്യൂഷൻ 12,000 രൂപയാണ് ഒരു ഇയർ. The scheme was announced in the budget 2015 Finance Minister Sri Arun Jaitley. Arun Jaitley 2015 യൂണിയൻ ബഡ്ജറ്റിലാണ് ഈ സ്കീം അവതരിപ്പിച്ചത്. This scheme launched by Sri Narendra Modi 9th May 2015. 2015 മെയ് 9 നരേന്ദ്രമോദിയാണ് ഈ സ്കീം ലോഞ്ച് ചെയ്തത്. ഏജ് ലിമിറ്റ് അടൽ പെൻഷൻ യോജന 18 to 40. ഇതിന്റെ പെൻഷൻ ഈ അടൽ പെൻഷൻ യോജനയുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 40 വയസ്സ് വരെയാണ്. ഏജ് കംപ്ലീറ്റഡ് 60 years, മാക്സിമം പെൻഷൻ ₹5,000 per month. 60 വയസ്സ് പൂർത്തിയാകുന്ന ഒരാൾക്ക് മാക്സിമം പെൻഷൻ എന്ന് പറയുന്നത് 5000 രൂപയാണ് ഒരു മാസം കിട്ടുന്നത്. അടുത്തത് സ്വാവലംബൻ യോജന എന്താണെന്ന് നോക്കാം. It was launched by Srimati Sonia Gandhi in 2010. ഈ സോണിയ ഗാന്ധി 2010 ഈ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഏജ് ലിമിറ്റ് 18 to 55. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 to 55 ആണ്. പിന്നെ ഈ സ്വാവലംബ യോജന എന്ന് പറയുന്നത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമാണ്. This scheme renamed as Adal Pension Yojana.
ഈ സ്കീമിനെ റീനെയിം ചെയ്താണ് 2015 അടൽ പെൻഷൻ യോജന എന്ന പേരിലാക്കിയത്. നെക്സ്റ്റ് പ്രധാനമന്ത്രി ജൻധൻ യോജന PMJDY. The biggest financial inclusion program in the world. The PMJDY അഥവാ പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രോഗ്രാം ആണ്. ഇൻക്ലൂഷൻ പ്രോഗ്രാം മീൻസ് ബാങ്ക് അക്കൗണ്ട്, റെമിറ്റൻസ്, ക്രെഡിറ്റ് ഫെസിലിറ്റി, ഇൻഷുറൻസ് ആൻഡ് പെൻഷൻ. ഇൻക്ലൂഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട്, റെമിറ്റൻസ്, ക്രെഡിറ്റ് ഫെസിലിറ്റി, ഇൻഷുറൻസ് ആൻഡ് പെൻഷൻ ഇതെല്ലാം അടങ്ങിയതാണ് ഇൻക്ലൂഷൻ പ്രോഗ്രാം എന്ന് അർത്ഥമാക്കുന്നത്. It was announced by Sri Narendra Modi on his first independence speech August 15, 2014. 2014 ഓഗസ്റ്റ് 15 അദ്ദേഹം ആദ്യമായി പ്രധാനമന്ത്രിയെ ശേഷമുള്ള ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് സ്പീച്ചിലാണ് ഇത് അനൗൺസ് ചെയ്തത്. It was launched by Sri Narendra Modi on 28 August 2014. 2014 ഓഗസ്റ്റ് 28 നരേന്ദ്രമോദി ഇത് ഉദ്ഘാടനം ചെയ്തത്. On the inauguration day, 15 lakhs bank account opened. The inauguration day മാത്രം 15 ലക്ഷം ബാങ്ക് അക്കൗണ്ടുകളാണ് ഓപ്പൺ ചെയ്തത്. The age limit of PMJDY to 10 to 65. 10 മുതൽ 65 വരെ പ്രായമുള്ള ആൾക്കാർക്ക് ഇതിൽ അംഗമാകാവുന്നതാണ്. This scheme aimed to bring a banking facilities to rural people. Rural ഏരിയയിലുള്ള ആൾക്കാർക്ക് ബാങ്കിങ് ഫെസിലിറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രധാനമന്ത്രി ജൻധൻ യോജന അഥവാ PMJDY നിലവിൽ വന്നത്. The slogan of PMJDY മേര ഖാതാ ഭാഗ്യ വിധാത മീൻസ് മൈ അക്കൗണ്ട് ബ്രിങ് മീ ഗുഡ് ഫ്യൂച്ചർ.